ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഹൈലൈറ്റ് ആവാതിരിക്കാൻ വേണ്ടി, അത് മറയ്ക്കാൻ വേണ്ടിയാണോ ഈ സെലിബ്രിറ്റീസിനെ കാൻഡിഡേറ്റായിട്ട് നിർത്തുന്നത്? അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത ഇഷ്യൂസ് എല്ലാം നോക്കുമ്പോൾ ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസോടെ അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളിറ്റിക്കലി ഒരു അവയർനെസ് ഉള്ള ഒരാളാണെങ്കിലാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാതെ ഒരു സ്ക്രീനിൽ പെട്ടെന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ എന്താ പറയുക നിന്നിട്ട് പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആൾക്കോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ട് ജനസേവനം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത് മെയിനായിട്ടും കുറെ കൂടി അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു ഫെയിം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വോട്ട് റീച്ച് കിട്ടുമോ എന്നുള്ളത് ഇപ്പം മാത്രമാണ് അവർ ഇങ്ങനെ ആക്ടേഴ്സിനെയും ഓരോ വെക്കുന്നത്. എൻ്റെ ഒരു ഇതിൽ സെലിബ്രിറ്റീസ് ആണോ ആരാണോ എന്നുള്ളൊരു വേർതിരിവ് കൊടുക്കാണ്ട് ഈ പറഞ്ഞ പോലെ ലൈക്ക് അവർക്കതിന് ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്കതിനൊരു സീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഡിപ്പെൻസ്. ഇതിപ്പം ഈ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ചിലപ്പം അത്രയും ഉണ്ടായതുകൊണ്ടായിരിക്കും വിജയ് ഇപ്പോൾ ഒരു മെയിൻ പൊസിഷനിൽ തന്നെ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആള് പ്രത്യേകം ഒരു പാർട്ടി ഉണ്ടാക്കി, ബാക്കി സ്ഥലങ്ങളിൽ പാർട്ടിക്കാർ അതേപോലെ സെലിബ്രിറ്റീസ്. കേരളത്തിനെയും എനിക്ക് തോന്നുന്നു നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ് സ്റ്റൈലേ ഡിഫറെൻ്റ് ആണ്. ജയലളിത ആയാലും MGR ആയാലും അങ്ങനെ ഫോളോ ചെയ്ത് വന്നിരുന്നൊരിതുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ, അതായത് ഒരു ആക്ടർ കയറിയിട്ടില്ല ഇതുവരെ മര്യാദ പ്രോപ്പറായിട്ട്. ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ മൂന്നാം വട്ടമാണ് ജയിക്കാൻ പറ്റിയത്. കാരണം അത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സാണ്. ആൾ ഓൾറെഡി ഫേമസ് ആയിരുന്നു ഫസ്റ്റ് ടൈം കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷേ അതാണ് കേരളത്തിൻ്റെ ഒരു സിസ്റ്റം. പക്ഷെ ആ ഫെയിം വെച്ച് പോയിട്ടും പിന്നീട് വന്നപ്പോൾ നമ്മൾ ചെയ്ത വോട്ട് വെറുതെ ആയെന്ന് തോന്നുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്ന്. പുള്ളി ആദ്യം കുറേ വാഗ്ദാനങ്ങൾ ചെയ്തായിരുന്നു. അത് ഇപ്പോൾ ജയിച്ചതിന് ശേഷം പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ചെയ്ത കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു സീനിൽ, അതായത് ഒരു പപ്പടം എടുത്തിട്ട് ആ പപ്പടം എടുത്തു തന്ന അവസാനം പൊട്ടിച്ച് ഇതാക്കിയതൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ജയിപ്പിച്ച് വിട്ട ആൾക്കാരെ തന്നെയല്ലേ അത് താഴ്ത്തി കാണിക്കുന്നത്. അതേപോലെയുള്ള ആക്ഷൻസൊക്കെ ഒന്ന് കുറയ്ക്കണം.